അച്ഛനോടെ അവര് വന്നില്ലേ? ഞാൻ പീറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അവൻ വന്നോളാന്ന് പറഞ്ഞാണല്ലോ. വരുമായിരിക്കും. ഏതായാലും ചോറ് വിളമ്പ്, ഓഫീസിൽ പോകാൻ ഒരു 5 മിനിറ്റ് അവരും കൂടി വന്നോട്ടെ. അവര് വരുമ്പോ വരട്ടെ, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. നീ വാ. പീറ്ററിന് കരിമീൻ വെച്ച ജീവനാ. സത്യം പറഞ്ഞേ, നിങ്ങൾ പീറ്ററിനെ വിളിച്ച് പറഞ്ഞോ? എടാ കഷ്ടമേ, ഞാൻ എന്തിനാ എന്നോട് നുണ പറയുന്നത്? വരാമെന്ന് പറഞ്ഞാൽ പീറ്റർ വരാതിരിക്കില്ല. അവന് വേറെ എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും. നീ ഉണരിക്കുന്നില്ലേ? ഇരിക്കും. അവര് വരുമോന്ന് നോക്കട്ടെ. ആ റെക്സിന് എന്ത് പറ്റി? നിങ്ങൾ അവനെ കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. ഒന്നെ പീറ്ററിന് ഫോൺ ചെയ്തപ്പോ റെക്സിനെയും വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അവര് വരുന്നെങ്കിൽ വരട്ടെ. പെണ്ണെ, നീ ഊണ് കഴിക്ക്. എന്നോട് ദേഷ്യം തോന്നരുത്. ഓഫീസിൽ പോയാൽ ഉടനെ പീറ്ററിനെ വിളിക്കണം. ഞാൻ കാത്തിരിക്കാമെന്ന് പറയണം. നീ അങ്ങനെ ആർക്കു വേണ്ടിയും കാത്തിരിക്കണ്ട. അവർക്ക് വേണമെങ്കിൽ അവര് വരും. എന്നെ കൊണ്ടൊന്നും ഫോൺ ചെയ്യാൻ പറ്റില്ല. കൊള്ളാം, അപ്പോഴേക്കും പെണ്ണിന്റെ മുഖം മാടിയല്ലോ. അവരെ നമുക്ക് ഇനി ഒരു ദിവസം വിളിക്കാം. പോരെ? നീ ഊണ് കഴിക്കും. വിശന്നിരിക്കണ്ട. നമുക്കിന്നൊരു പടത്തിന് പോവാം. ശരി. ഏത് പടം? കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വന്നില്ലേ? അവന് പോയിട്ടെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താ 2 കൊമ്പുണ്ടോ? ഒരാൾ അത്യാവശ്യമായിട്ട് പോണെന്ന് പറയുമ്പോ എനിക്ക് തടുത്തു നിർത്താൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഇവരെന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ദേവി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല. അവരെ നിന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിന്റെ വെറും തോന്നലായിരിക്കും. അല്ലാതെ നിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? നീ അത് കുടിക്ക. Para. Mal. Polisi! Polisi! ഇവിടെ വെച്ചിരുന്ന കുപ്പിയോടെ അവനെ വിളിക്കണ്ട. ആ കുപ്പി കിട്ടില്ല. നീ അത് എടുത്തു വെച്ച് അതെവിടെ? ചേട്ടൻ കുടിച്ചാൽ മതി, ഞാൻ തരില്ല. മോനെ, ഒരു പേക്ക്, ഒറ്റ പേക്ക് മതി, പിന്നെ വേണ്ട. പ്ലീസ് മോനെ, ഒരു പേക്ക് മതി, പ്ലീസ്. പോടാ. ചേട്ടൻ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തക്കവണ്ണം ഇവിടെ എന്താ ഉണ്ടായത്? ആരോടായി വൈരാഗ്യം? കുടി എന്റെ ഒരു വീക്ക്നെസ് ആണ് പണ്ടേ. പിന്നെ താങ്ങാൻ പറ്റാത്ത ഷോക്ക് കൂടെ ആയപ്പോ എന്റെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. അങ്ങനെ താങ്ങാൻ പറ്റാത്ത എന്ത് ഷോക്കാ ഇവിടെ ഉണ്ടായത്? യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ്ഡ് ഹർ. ഈ ചേട്ടന് വട്ട. ചേട്ടൻ സ്നേഹിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. അവരെ കുറിച്ചോർത്ത് ചേട്ടൻ ജീവിതം നശിപ്പിക്കുന്ന എന്തിനാ?
നിനക്ക് എന്തറിയാടാ സ്നേഹത്തെ കുറിച്ച്? എന്റെ സ്നേഹം പവിത്രമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. ബട്ട് അവൾ എന്നെ വഞ്ചിച്ചു. പിന്നെ ഇവിടെ ആരും ആരെയും വഞ്ചിച്ചിട്ടില്ല. അതൊക്കെ ചേട്ടന്റെ തോന്നലുകളാ. ദേവി ചേച്ചിയെ സ്നേഹിക്കുന്ന കാര്യം മനസ്സിൽ തന്നെ പൂഴ്ത്തി വെച്ചുകൊണ്ട് നടന്നില്ലേ? അതെന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? ചേട്ടൻ അത് പറയാനുള്ള ഗട്ട്സ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു എന്റെ സ്നേഹം പവിത്രമാണ്, മംഗളമാണെന്നൊക്കെ. മണ്ണാങ്കട്ട. ഇതൊക്കെ വെറും ഭ്രാന്താണ്, വെറും ഭ്രാന്ത്. ഭ്രാന്ത? യെസ്, എനിക്ക് ഭ്രാന്ത. എന്തിനാ ചേട്ടൻ ഇങ്ങനെ നശിക്കുന്നത്? ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഇറ്റ്സ് ടു മച്ച്. ഒരു ദേവി പോയാൽ വേറൊരു ദേവി. ചേട്ടൻ ഇനി അതോർത്ത് വിഷമിക്കരുത്, കുടിക്കരുത്. മോനെ, കുഞ്ഞെ, കുഞ്ഞ് വീട്ടിൽ പോകുന്ന നല്ലത്. കണ്ടിട്ട് തീരെ സുഖമില്ലാത്തതുപോലെ. താൻ ആരാ ചോദിക്കാൻ? ഇതെന്റെ ഓഫീസല്ലേ. ഞാൻ ഇഷ്ടം പോലെ വരും, ഇഷ്ടം പോലെ പോവും. മനസ്സിലായോ? ഈശ്വരാ, ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രേമിക്കണം. പ്രേമ നൈരാശ്യം ഉണ്ടാവണം. അപ്പൊ മനസ്സിലാവും എന്തിനാ കുടിക്കുന്നെന്ന്. ഓ ഓ ഓ